നമസ്കാരം. നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ സുഗമമായി സംസാരിക്കാൻ വളരെ ഇഷ്ടമാണ്. അതിനുവേണ്ടി നമ്മൾ പല മെത്തേഡുകൾ തിരഞ്ഞെടുക്കാറുണ്ട്. അതിലൊന്നാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായന, മറ്റൊന്ന് കാർട്ടൂൺ കാണുക, പിന്നെ യൂട്യൂബ് ചാനലുകളിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നോക്കുക. എല്ലാം വളരെ ഫലപ്രദമാണ്. എങ്കിലും നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് എപ്പോഴും കരുതേണ്ടത് നമ്മുടെ മാതൃഭാഷ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു നാടിന്റെ മാതൃഭാഷയും പഠിക്കുക എന്നുള്ളതാണ്. സെക്കൻഡറി ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിഷ്വൽ ലേണിംഗും ഒക്കെ. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് പഠിച്ചത്? കേട്ടാണ് പഠിച്ചത്. നമ്മൾ അന്ന് പറഞ്ഞു തുടങ്ങിയില്ല. പിന്നീട് അവ്യക്തമായി പറയാൻ ശ്രമിച്ചു, തെറ്റിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ തെറ്റിച്ചു പറഞ്ഞിട്ട് ആ തെറ്റാണ് പിന്നീട് ശരിയാക്കി തുടങ്ങിയത്. എല്ലാ നാടുകളിലും മാതൃഭാഷ അങ്ങനെയാണ്. നമ്മുടെ ഡിയർ ആൻഡ് നിയർ വൺസ്, ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന്, പരിസരത്തിൽ നിന്നും, പരിസര പ്രദേശങ്ങളിൽ നിന്ന്, നെയ്ബർഹുഡിൽ നിന്നാണ് നമ്മൾ ഈ ഭാഷ പഠിച്ചെടുക്കുന്നത്. പ്രകൃതിയെ കണ്ട് അറിഞ്ഞ് തൊട്ട് കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷമാണ് ഈ പറഞ്ഞ വലിയ അക്കാഡമിക് ലെവലിലേക്ക് പോകേണ്ടത്. രണ്ടാമതായി നമ്മൾ ഗ്രാമറിന് അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭാഷ പഠിക്കുന്ന സമയത്ത് പോകരുത്. നിങ്ങളൊരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗ്രാമർ ക്ലാസ്സിന് വേണ്ടി അല്ലെങ്കിൽ അതിലെ ഗ്രാമർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കരുത്. അതായത് ഈസ് എവിടെ വെക്കണം, ബാസ് എവിടെ വെക്കണം, ഞാനിപ്പോൾ പാസ്റ്റ് ടെൻസിലാണോ ഫ്യൂച്ചറിലാണോ സംസാരിക്കേണ്ടത്, ഇത്തരമുള്ള ആലോചനകൾ ബ്രെയിന് സംസാരിക്കുവാനുള്ള അനർഗളമായ ഒഴുക്കിനെ തടയും. അതുകൊണ്ട് തന്നെ അതും വിട്ടുകളയുക. അപ്പോൾ പിന്നീട് നമ്മൾ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. ഐ ലവ് യു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഐയുടെ കൂടെ ലവ് ആണ് വരുന്നത്, ലവ്സ് അല്ല വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ്? പറഞ്ഞു തഴക്കം വന്ന ഒരു പ്രയോഗമാണ്. അതിൽ മെയിൻ വെർബ് വരുന്നുണ്ട്, അതിൽ ഡു ഫോം ആണ് ചേർത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത്? ഇതിനൊക്കെ വ്യാകരണമുണ്ട്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നേയില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കൈയടക്കമാണ് ഇതിനകത്ത് ഉണ്ടാകേണ്ടത്. സ്വാഭാവികമായിട്ട് ഗ്രാമർ വെച്ച് സംസാരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇനി ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ടിപ്പ് എൻ്റെ ഈ വീഡിയോയിൽ തരാം. നമുക്കെല്ലാവർക്കും, മിക്കവർക്കും തന്നെ ഹാസ് അല്ലെങ്കിൽ ഹാവ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചേർക്കുന്നത് എന്നുള്ളത് ശരിക്കും അറിയില്ല. ഇംഗ്ലീഷിൽ PhD എടുത്തവർ പോലും പലപ്പോഴും എഴുതുമ്പോഴും പറയുമ്പോഴും ഇത് തെറ്റിക്കാറുണ്ട്. ചിലരെ എഴുതുമ്പോൾ ശരിയാക്കും, പറയുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനൊരു ചെറിയ ടിപ്പ് പറയുന്നു. അതിൻ്റെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ അല്ലെങ്കിൽ മെയിൻ വെർബ്, ഹെൽപ്പിംഗ് വെർബ് ഒന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത്ര മാത്രം ഓർക്കുക. ഐ, യു, ദേ, വി. ഐ, യു, ദേ, വി ഇവയുടെ കൂടെ ഹാവ് ആണ് ചേർക്കേണ്ടത്. അതായത് ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ഇനി വരുന്നത് ഹി, ഷീ, ഇറ്റ്. ഹീയുടെയും ഷീയുടെയും ഇറ്റിന്റെയും കൂടെ ഹാസ് ആണ് വരുന്നത്. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ്. ഇത് ഒരു പാട്ട് പോലെ മനഃപ്പാഠമായി എടുക്കുക. ഐ യോ ദേവി എന്നെടുക്കുക. അയ്യോ, അയ്യോ എന്നുള്ളത് അയ്യോ, ദേവി, ദേവി. എന്റെ പേര് മൃദുല ദേവി എന്നാണ്. അപ്പൊ നിങ്ങൾ ആ ദേവി എന്നൊന്ന് വേണമെങ്കിൽ ഓർത്ത് വെച്ചു. അയ്യോ ദേവി, അയ്യോ ദേവി എന്ന് വെക്കുമ്പോൾ ഐ, യു, ദേവി ഇവയുടെ കൂടെ ഹാവ് ഉപയോഗിക്കുക. ഇനി വരുന്ന ഹീയുടെയും ഷീയുടെയും ഇറ്റിന്റെ കൂടെ ഹാസ് ഉപയോഗിക്കുക. ഇനി ഇത് നമ്മൾ കൈയടിച്ചങ്ങ് ഒരു പാട്ട് പോലെ പാടുക. അയ്യോ ദേവി ഹാവ്, ഹി ഷീ ഇറ്റ് ഹാസ്. അയ്യോ ദേവി ഹാവ്, ഹി ഷീ ഇറ്റ് ഹാസ്. അയ്യോ ദേവി ഹാവ്, ഹി ഷീ ഇറ്റ് ഹാസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് താളമടിച്ചുകൊണ്ട് ഒക്കെ ഇത് പാടി പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് വരും. ക്ലാസ് മുറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് അവിടെ കുട്ടികൾക്കൊപ്പം പാട്ടുപാടി കൈയടിച്ച് ഇത് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ ഇത് മറക്കില്ല. അതായത് ഐ ഹാവ് എ വയലിൻ. ഇത് തന്നെ ഷീ ആകുമ്പോൾ ഷീ ഹാസ് എ വയലിൻ എന്നാണ്. ഒരേ പ്രയോഗം, ഒരേ അർത്ഥം, രണ്ടു തരത്തിലുള്ള പ്രയോഗം. അതിനുള്ള കാരണങ്ങൾ പിന്നീട് പഠിക്കാം. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഹാവ് ചേർത്തും ഹാസ് ചേർത്തും ഉള്ള സെന്റൻസുകൾ. ഐ ഹാവ് ആൻ ഐഡിയ, ഷീ ഹാസ് ആൻ ഐഡിയ. ഇനി ഷീയുടെയും ഹീയുടെയും സ്ഥാനത്ത് ഈ ഷീ മാറി അവിടെ ഷീക്ക് പകരം റാണി എന്നാണ് വരുന്നെങ്കിൽ ഹാസ്, ഹീക്ക് പകരം രാജു എന്നാണ് വരുന്നെങ്കിൽ ഹാസ്. അയ്യോ ദേവി ഹാവ്, ഹി ഷീ ഇറ്റ് ഹാസ്. അയ്യോ ദേവി ഹാവ്, ഹി ഷീ ഇറ്റ് ഹാസ്. ഓക്കെ, ബൈ.